എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബ്ലിസ് വേഡിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പ്രോട്ടീൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. അത് നമ്മുടെ മുടിക്കായാലും സ്കിന്നിനായാലും കണ്ണിനായാലും ബോണിനായാലും എല്ലാത്തിനും പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല റിച്ച് ആയിട്ടുള്ള ലഡു. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം. അതിന് മുന്നേ ഫസ്റ്റായി എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഷെയർ. ഓക്കെ, അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നേറാനുള്ള ഒരു പ്രചോദനം. അപ്പം എല്ലാവരും ലഡു എങ്ങനെ ഉണ്ടാക്കണം നോക്ക്. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഹെയർ കുഴിഞ്ഞു പോകുന്നവരാണെങ്കിൽ അതങ്ങനെ കഴിക്കുക. എല്ലാവരും കൂടിയിട്ടുള്ളതാണ്. എന്നെ നൽകിയ അല്ല, നമുക്ക് മൊത്തം ലേഡീസിനെ, അതിൽ ജെൻസ് ആയാലും കഴിക്കുക, ലേഡീസിനെ ഉള്ള എല്ലാ പരിഹാരത്തിനായിട്ടുള്ള ഒരു ഹെൽത്തി ലഡുവാണ്. ഒരു ദിവസം ഒന്ന് മാത്രമേ കഴിക്കാനുള്ളൂ. കലോറി വൈസ് നല്ല കലോറി ഉണ്ടാവും. അതുകൊണ്ട് ഡയറ്റൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഒന്ന് കഴിക്കണം. അല്ലാത്തവരും ഒരു ദിവസം ഒരു ലഡുവാണ് കഴിക്കേണ്ടത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ന്യൂട്രീഷൻ കലവറയായിട്ടുള്ള നമ്മുടെ പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിട്ടുള്ള ലഡു ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള സാധനങ്ങൾ ഞാൻ കാണിക്കുന്നത്: അക്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ബദാം എടുത്ത് വെച്ചിട്ടുണ്ട്, പിസ്ത, ഉപ്പില്ലാത്ത പിസ്ത, അതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതെല്ലാം ഞാൻ എടുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പംകിൻ സീഡും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വേണം ഇതിൽ ചേർക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞാനിത് വെള്ള എള്ളുണ്ടല്ലോ, വെള്ള എള്ള് നല്ലതാണ്. വെള്ള എള്ളും ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ വറുക്കാനായിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞാൻ നിങ്ങളടുത്ത് കാണിക്കണം. റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സീഡും എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മത്തൻ്റെ വിത്താണ്. അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൺഫ്ലവർ വിത്ത് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ വേണം നമ്മളുടെ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ചിയ സീഡ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അതും ഒക്കെ വറുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇത് കാണിച്ചു തരികയാണ് ഇതൊക്കെ എന്തൊക്കെ വേണ്ടത് എന്നുള്ളത്. ഇതിവിടെ വെക്കാനുള്ള സ്ഥലം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ പാത്രം ഫസ്റ്റ് തന്നെ വെച്ചിട്ട് ഞാൻ ചെറു തീയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ല ചൂടായി തുടങ്ങിയിരിക്കണം പാൻ. അപ്പോൾ അതിലേക്ക് ഞാൻ അക്രൂട്ട് ഫസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നന്നായി ചൂടായി കിട്ടിയാൽ മതി. അതിനിങ്ങനെ എണ്ണ കിനിയണ പോലെ ഒന്നും ആവരുത്, നല്ല ചൂടായിട്ട് കിട്ടണം. അതിനുശേഷം നമ്മൾ ബദാം വറുക്കണം. നല്ലൊരു മണം വരും കേട്ടോ അക്രൂട്ടൊക്കെ വറുക്കുമ്പോൾ, അതാണ് അതിൻ്റെ മൂപ്പ്. പിന്നെ ബദാം വറുക്കണം, പിസ്ത വറുക്കണം. ഇതൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ മൂത്തൊരു സ്മെല്ല് വരാണ്ട് ആ സമയത്ത് നമ്മൾ എടുക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ പാകം. കണ്ടില്ലേ, ഇവിടേക്ക് ഒരു ബ്രൗൺ കളറൊക്കെ വന്നിരിക്കണം, ഒരു കറുപ്പ് പോലത്തെ. ഇത് നന്നായി ഇങ്ങനെ ബബിൾ ചെയ്ത് നിൽക്കണ പോലെ തോന്നും. ഈ പിസ്തയായാലും അതുപോലെ നമ്മുടെ അക്രൂട്ട് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബദാം ആയാലും ഇതൊക്കെ ഒന്നിങ്ങനെ പൊന്തിയ പോലെ നിൽക്കും. അതാണ് നമ്മളുടെ പാകം. നല്ല മണം വരും, റോസ്റ്റ് ആയിട്ടുള്ള നല്ല മണം വരും. ഇപ്പം അതൊക്കെ വറുത്ത് കഴിഞ്ഞ ശേഷം ഞാൻ വെളുത്ത എള്ള് വറുത്തിട്ടുണ്ട്. വെളുത്ത എള്ള് വറുത്ത് പെട്ടെന്ന് നല്ല ചൂടായത് ഇതിലിടുമ്പോൾ തന്നെ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ പൊട്ടിത്തെറിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കതെടുത്ത് മാറ്റാം. അതിന് ശേഷം ഞാൻ മത്തൻ്റെ വിത്ത്, സൺഫ്ലവറിൻ്റെ വിത്ത്, ചിയ സീഡ്, ഈ കാര്യങ്ങളും എല്ലാം അതുപോലെ വറുത്ത് മാറ്റി വയ്ക്കാൻ വേണ്ടി പോകണം. കണ്ടില്ലേ, മത്തൻ്റെ വിത്തൊക്കെ കളർ ഇങ്ങനെ ജസ്റ്റ് ബ്രൗൺ കളർ അങ്ങനെ ആവണം. ആ സമയത്ത് അങ്ങനെ പൊട്ടി തുടങ്ങാണ്ട് തോന്നുമ്പോൾ ഇതൊക്കെ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്ത് മാറ്റണം. എന്നിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ 150, ഞാൻ ഇതൊക്കെ 150 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാക്കണം എന്നുള്ളവരാണെങ്കിൽ, ഒരു മാസത്തേക്കോ ഒക്കെയാണ് ഉണ്ടാക്കി വെക്കണം എന്നുള്ളവരാണെങ്കിൽ ഇത്തിരി ക്വാളിറ്റി കൂടുതൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഒരു 250 ഗ്രാം അങ്ങനെ ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ എല്ലതും 250 ആക്കിയിട്ട് കുറേ ഇതായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ലഡു ഉണ്ടാക്കാം. അപ്പോൾ ഞാനത് 150 ഒരു ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എടുത്ത് ഇതാണല്ലേ നമ്മുടെ ഇതിൻ്റെ വിത്ത്
നന്നായിട്ട് ബ്രൗണിഷ് കളറായിട്ട് വരുന്നുണ്ട്. ആ സമയത്തെടുത്ത് മാറ്റുക. അതുപോലെ ചിയ സീഡ് നന്നായിട്ട് ഞാൻ വറുത്തിട്ട് എല്ലാ സാധനങ്ങളും കൂടിയിട്ട് ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. തണുത്തതിന് ശേഷം ഞാനിത് മിക്സിയിലിട്ടിട്ട് പൊടിക്കും. ഇതിൽ 2 സാധനങ്ങളും വേണം കേട്ടോ. ഒന്ന് പീനട്ട് ബട്ടറാണ്. നമ്മുടെ പീനട്ട് ബട്ടറും ചേർക്കേണ്ടത്. പീനട്ട് ബട്ടർ ഇല്ലാത്തവർ കടലില്ലേ, നിലക്കടല, അത് ചേർക്കാം. ഉള്ളവരാണെങ്കിൽ പീനട്ട് ബട്ടർ ചേർക്കുക. അതുപോലെ തന്നെ വെള്ള എള്ള് ഞാൻ ഇതിലിട്ട് പൊടിക്കുന്നില്ല. പിന്നെ ഈത്തപ്പഴം, മധുരത്തിന് ഞാൻ ഈത്തപ്പഴമാണ് ചേർക്കുന്നത്. ഒരു 10-30 എണ്ണം ഉണ്ട് കേട്ടോ ഈത്തപ്പഴം. നല്ല കിമ്മിയ വാങ്ങിച്ചിട്ട് അതിന് കുരു നീക്കിയിട്ട് ഇതൊക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്തിട്ട് കുഴച്ചിട്ടാണ് നമ്മുടെ ലഡു ഉണ്ടാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഡു കേട്ടോ. ഞാൻ ഇത്ര പോരോ ഒരു 4 വലിയ സ്പൂണാണ് നമ്മുടെ ഇതെടുത്തിട്ട് വെച്ചിട്ടുള്ളത്, പീനട്ട് ബട്ടറും. അപ്പോൾ ഞാനതൊക്കെ അരച്ച് പൊടിച്ചെടുത്ത് വെച്ചിട്ട്, അരക്കില്ല പൊടിച്ച് വെച്ചിട്ട്, വെള്ളം ചേർക്കരുത്, പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് എല്ലാ പൊടികളും നന്നായിട്ട് മിക്സ് ചെയ്യണം. ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ട് നല്ലതും കൂടി നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പരുവം മനസ്സിലാവും. അതങ്ങനെ ഉണ്ട പിടിക്കാനുള്ള പരുവം. ഈ പരുവത്തിൽ ചെറിയ ചെറിയ ബൗളുകളാക്കിയിട്ട് നമുക്ക് ഉരുട്ടി എടുത്തിട്ട് നല്ല എയർ കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഒരു ദിവസം ഒന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ളതുമാണ്. പിന്നെ കലോറി കൂടുതലാണ്. ഡയറ്റ് ചെയ്യണവർ ഒന്ന് കഴിക്കണം. മറ്റുള്ളവരും ആയാലും അതെ, ഒന്ന് അതിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കാൻ പാടില്ല കേട്ടോ. മുടിക്ക്, കണ്ണിന്, എല്ലാത്തിനും, സ്കിന്നിനൊക്കെ എല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ലഡു, ഹെൽത്തി ലഡു, ന്യൂട്രീഷനായിട്ടുള്ള ഈ ലഡു നമ്മൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ട് കണ്ടില്ലേ, ഇത്ര പോലെ ലഡു കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊരു എയർ കണ്ടെയ്നർ പാക്കറ്റിലാക്കിയിട്ട് മാറ്റിയാണ്. അപ്പോൾ നമ്മൾ ലഡു ഇവിടെ റെഡി ആയിട്ട്. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.